കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്കിടയിലും വ്യാജ വാർത്ത ചമച്ച് ഒരു വിഭാഗം മാധ്യമങ്ങൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ നിർത്തലാക്കിയതാണെന്ന കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ വാക്കുകൾ ഉദ്ധരിച്ചാണ് വ്യാജ വാർത്ത. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് 2021 നിർത്തലാക്കിയപ്പോൾ പകരം ഏർപ്പെടുത്തിയ BRAP റാങ്കിങ്ങിൽ കേരളം ഒന്നാമതെത്തിയത് മറച്ചുവെക്കാൻ വേണ്ടിയാണ് വ്യാജ വാർത്ത ചമയ്ക്കുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമതെന്ന് ആധികാരിക റിപ്പോർട്ടുകൾ ഉദ്ധരിച്ച് ശശി തരൂർ ലേഖനം എഴുതിയതിന് പിന്നാലെ വ്യവസായ സൗഹൃദാന്തരീക്ഷത്തിൽ കേരളം പിറകിലാണെന്ന് സ്ഥാപിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ. ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് റാങ്കിംഗ് സംവിധാനം തന്നെ നിലവിലില്ലെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞതായുള്ള വാർത്ത ചിലർ പ്രാധാന്യത്തോടെ നൽകി. കേരളത്തിന്റെ അവകാശവാദം തെറ്റാണെന്ന് സ്ഥാപിക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ യാഥാർത്ഥ്യം ഇതാണ്. 2021 കേന്ദ്ര സർക്കാർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് നിർത്തലാക്കി. പകരം BRAP അഥവാ ബിസിനസ് റിഫോം ആക്ഷൻ പ്ലാൻ റാങ്കിംഗ് തുടങ്ങി. പോയ വർഷം ആ റാങ്കിങ്ങിലും ഒന്നാമത് കേരളമാണ്. അംഗീകാരം ഏറ്റുവാങ്ങിയതിന്റെ തൊട്ടടുത്ത ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി P. രാജീവ് റാങ്കിംഗ് രീതിയിൽ വന്ന മാറ്റത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം മുതൽ പുതിയ രീതിയിലാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ റാങ്കിംഗ് നടത്തുന്നത്. ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ ആളുകൾ ടോപ്പ് അച്ചീവേഴ്സ്, പിന്നെ അടുത്ത കാറ്റഗറി അച്ചീവേഴ്സ്, പിന്നെ ആസ്പിരൻസ്, പിന്നെ എമർജിംഗ് ബിസിനസ് സിസ്റ്റം എന്നുള്ളതാണ്. അപ്പൊ അതിൽ നമ്മൾ 20 വിലയിരുത്തൽ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ 28ാം സ്ഥാനത്തായിരുന്നു. അന്ന് റാങ്കിങ് ആയിരുന്നു 1, 2, 3, 4 എന്നായിരുന്നു. കഴിഞ്ഞ ഇത് മുതലാണ് ഈ 4 കാറ്റഗറിയായിട്ട് തിരിച്ചത്. 4 കാറ്റഗറിയായി തിരിച്ചപ്പോഴും റാങ്കിങ് എന്ന നിലയിൽ നമ്മൾ അറിയിക്കേണ്ട, അങ്ങനെയാണ് 15ആണെന്ന് നമുക്ക് മനസ്സിലായത്. നമ്മളപ്പോ 3ാമത്തെ കാറ്റഗറിയിലായിരുന്നു. ആസ്പിരൻസ് മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ പട്ടികയിലാണ് നമ്മളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തവണ നമ്മൾ ടോപ്പ് അച്ചീവേഴ്സിലാണ്. കേരള നിയമസഭയിലും മന്ത്രി P. രാജീവ് ഇക്കാര്യം ആവർത്തിച്ചു. ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇപ്പൊ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ ആണ്, BRAP ആണ്, 2021 മുതൽ തന്നെ. അതിൽ നമ്മള് അദ്ദേഹം പറഞ്ഞപ്പോ അന്ന് ശരിയായിരുന്നു, അത് നമ്മൾ ആസ്പിരന്റ് ആയിരുന്നു. എമർജിംഗ്, ആസ്പിരന്റ്, അച്ചീവർ, ടോപ്പ് അച്ചീവർ ആണ് അന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ റാങ്കിങ്ങിൽ നമ്മൾ ഒന്നാമതായി. വ്യവസായ സൗഹൃദാന്തരീക്ഷ റാങ്കിംഗ് രീതിയിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് പീയൂഷ് ഗോയൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് മന്ത്രി P. രാജീവ് തന്നെ പറഞ്ഞതാണ്. ഈ യാഥാർത്ഥ്യം മറച്ചുവെച്ചാണ് വ്യാജ വാർത്തകൾ ചമയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക്.